മറ്റുള്ളവരുടെ 95% സന്തോഷത്തെയും ഇല്ലാതെയാക്കി സ്വന്തമായിട്ട് ബാക്കി വരുന്ന 5%ത്തിൽ സന്തോഷിക്കുന്ന ചിലരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. സുഹൃത്തുക്കളായിട്ടും ബന്ധുക്കളായിട്ടും അയൽക്കാരായിട്ടുമൊക്കെ. ഏത് രീതിയിലും മറ്റുള്ളവർക്ക് എന്ത് പ്രശ്നമുണ്ടായാലും എനിക്ക് എൻ്റെ സന്തോഷമാണ് വലുത് എന്ന് കരുതിയാണ് ഇവരുടെ ഒരു ജീവിതം. ആരുമായിട്ടും യാതൊരു പ്രതിബദ്ധതയും ഉണ്ടാകില്ല. എങ്ങനെയും ആരെയും ദ്രോഹിച്ചിട്ടാണെങ്കിലും എനിക്കും എൻ്റെ കുടുംബത്തിനും സന്തോഷമായിട്ടങ്ങ് ജീവിക്കണമെന്നുള്ളൊരു വിചാരമാണ്. സത്യത്തിൽ ഇവർ നാട്ടിലും വീട്ടിലുമൊക്കെ ഒറ്റപ്പെടുത്തേണ്ട ചില ആൾക്കാർ തന്നെയാണ്. നമ്മൾ ഈ റോഡിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ 65% വിലക്കുറവിൽ സാധനങ്ങൾ വിൽക്കുന്നത് കാണുമ്പോൾ വാഹനം നിർത്തി വലിയ ആക്രാന്തത്തോടു കൂടി അതിനുള്ളിലേക്ക് കയറി സാധനങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവയ്ക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അത് വാങ്ങാതിരുന്നാൽ 100%മാണ് നമ്മുടെ ലാഭം. അത് വാങ്ങിയാൽ 65%മേ ഉള്ളൂ ലാഭം. കാരണം ഈ ഇത്തരത്തിൽ വാങ്ങുന്ന സാധനങ്ങളൊന്നും നമുക്ക് അത്യാവശ്യമുള്ളതായിരിക്കില്ല. ഇത് വാങ്ങി വീടിൻ്റെ മൂലയിലൊക്കെ കൊണ്ടിട്ട് അത്രയും സ്പേസും ഇല്ലാതെയാക്കി അവസാനം ഒരു ദിവസമോ 2 ദിവസമോ ഉപയോഗിക്കാൻ മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ അതൊന്നും നോക്കാതെ വിലക്കുറവ് കൊണ്ട് മാത്രം നമ്മൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവെക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ കണ്ട ഒരാൾ ചിരിച്ചത് കൊണ്ട് അതിനകത്ത് എന്തോ അർത്ഥമുണ്ടെന്ന് കരുതി ദിവസങ്ങളോളം അവരുടെ ചിരിയും കാത്ത് റോഡരികിലും ബസ് സ്റ്റാൻഡിലുമൊക്കെ കാത്തു നിൽക്കുന്ന ചിലരുണ്ട്. അവസാനമാണ് അറിയുന്നത് അവർ അത്തരത്തിലുള്ള ചിരിയല്ല ചിരിച്ചതെന്ന്. അവസാനം സമയവും മാനനഷ്ടവുമൊക്കെ സംഭവിച്ചതിന് ശേഷം പൊടിയും തട്ടി വീട്ടിലേക്ക് പോകുന്നൊരു പോക്കുണ്ട്. അത് കാണേണ്ടത് തന്നെയാണ്. സ്വന്തമായിട്ട് അനുഭവിച്ചവർക്കും അറിയാം. ഇതെല്ലാവരിലുമൊക്കെ സംഭവിക്കുന്നതാണ്. പക്ഷേ ആരും അങ്ങോട്ട് തുറന്നു പറയുന്നില്ല എന്ന് മാത്രം.